കാസർഗോഡ് സാധാരണ തലവേദനയുടെ രൂപത്തിലെത്തിയ വിധി ഒരു കുഞ്ഞുമോളുടെ ജീവൻ കവർന്നെടുത്ത് നാടിനൊഴുകെ കണ്ണീരിലാഴ്ത്തി. തലവേദനയെ തുടർന്ന് ചെങ്കളയിലെയും കാസർഗോട്ടെയും ആശുപത്രികളിൽ ചികിത്സ തേടിയ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി ഖത്തിമത്ത് ഷബാന 8 ആണ് ദാരുണമായി മരണപ്പെട്ടത്. ചെങ്കള പാണത്തെ ML ഉമർ CA നസീബ ദമ്പതികളുടെ മകളാണ് ഈ കുട്ടി. ബദിരിലെ PTMA UP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളായി ഷബാനയ്ക്ക് തലവേദനയും ചെറിയ പനിയും അനുഭവപ്പെട്ടതായി ബന്ധുക്കൾ പറയുന്നു. അസുഖം കാരണം സ്കൂളിൽ പോകുവാനും കുട്ടിക്ക് കഴിഞ്ഞിരുന്നില്ല. മാതാപിതാക്കൾ ഉടൻ തന്നെ അവളെ ചെങ്കളയിലെ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യസഹായം തേടി. എന്നാൽ സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകളിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണെന്നും കണ്ടെത്തൽ ഡോക്ടർമാർക്ക് സാധിച്ചിരുന്നില്ല. സാധാരണ പനിയും തലവേദനയും ആയതിനാൽ ആരും ഇങ്ങനെയൊരു ദുരന്തം പ്രതീക്ഷിച്ചില്ല. എന്നാൽ വെള്ളിയാഴ്ച കഴിഞ്ഞതോടെ കുട്ടികൾ വഷളായി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഷബാന പെട്ടെന്ന് ഛർദ്ദിക്കാൻ തുടങ്ങി. ഈ അപ്രതീക്ഷിത അവസ്ഥ കണ്ട് ഭയന്ന മാതാപിതാക്കൾ ഉടൻ തന്നെ കുഞ്ഞിനെ കാസർകോട്ടെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. അടിയന്തര ചികിത്സ നൽകാൻ ശ്രമിച്ചെങ്കിലും നിർഭാഗ്യവശാൽ ഖത്തിമത്ത് ഷബാനയുടെ ജീവൻ പൊലിഞ്ഞിരുന്നു. 8 വയസ്സുകാരുടെ പ്രതീക്ഷിത വിയോഗം എല്ലാവരെയും ഞെട്ടിച്ചു. സൗവൻ മുഹമ്മദ് എന്നിവരാണ് ഷബാനയുടെ സഹോദരങ്ങൾ. ഈ അപ്രതീക്ഷിത വേർപാട് മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും താങ്ങാനാവാത്ത ദുഃഖമാണ് സംഭവിച്ചിരിക്കുന്നത്. രാത്രി 10 മണിയോടെ പാണാളം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖത്തിമത്ത് ഷബാനയുടെ മൃതദേഹം കബറടക്കും. ഖത്തിമത്ത് ഷബാനയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുകയും അനുശോചനം രേഖപ്പെടുത്തുക.